2024 തൃശ്ശൂർ പൂരം അതുണ്ടാക്കിയ രാഷ്ട്രീയമായ കോളിളക്കങ്ങൾ ഇന്നും അവസാനിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും അവസാനം ക്രൈംബ്രാഞ്ച് സംസ്ഥാന സർക്കാരിന് നൽകിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. തൃശ്ശൂർ പൂരത്തിൽ അനാരോഗ്യകരമായ തരത്തിൽ പോലീസ് സംവിധാനവും കളക്ടറും നടത്തിയ ചില ഇടപെടലുകൾക്കെതിരെ ക്യാബിനറ്റിലെ CPIയുടെ റവന്യൂ മന്ത്രി ശ്രീ രാജനും മുൻ മന്ത്രി സുനിൽകുമാറും ഒക്കെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. പൂരത്തെ ബോധപൂർവമായി അട്ടിമറിക്കുവാനും ആ പൂരം നടക്കുന്ന ഇടങ്ങളിലേക്ക് ശ്രീ സുരേഷ് ഗോപിക്ക് വന്നു കയറി ഒരു രക്ഷകന്റെ റോളിലേക്ക് പ്രവർത്തിക്കുവാനുമുള്ള സാഹചര്യമൊക്കെ ഒരുക്കിയത് അന്ന് പൂരത്തിൻ്റെ പൂർണ്ണ ചുമതല ഉണ്ടായിരുന്ന പോലീസ് വകുപ്പിലെ ADGPയും തൃശ്ശൂർ കളക്ടറുമാണ് എന്നുള്ള ആരോപണം CPIയുടെ ഭാഗത്തു നിന്നും ആവർത്തിച്ചുണ്ടായിക്കൊണ്ടിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് തൃശ്ശൂർ പൂരത്തിലുണ്ടായ അനിഷ്ട സംഭവങ്ങളെ പറ്റി അന്വേഷിക്കുവാൻ കമ്മീഷനുകളെ നിയമിക്കുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. നാളിതുവരെയായി ഏകദേശം 4 അന്വേഷണ റിപ്പോർട്ടുകളാണ് നമ്മുടെ മുന്നിൽ എത്തിയിരുന്നത്. അതിലെ ഒരു റിപ്പോർട്ടിൽ ADGP ശ്രീ അജിത് കുമാറിനെതിരെ ചില നിരുത്തരവാദപരമായ സമീപനങ്ങൾ ഉണ്ടായി എന്ന് സൂചിപ്പിച്ചെങ്കിൽ പോലും ആ റിപ്പോർട്ട് അംഗീകരിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല. ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടിൽ തൃശ്ശൂർ പൂരത്തിലുണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാർ തിരുവമ്പാടി ഉത്സവ സമിതിയാണ് എന്ന് പറഞ്ഞ് പോലീസ് വകുപ്പിന്റെ റിപ്പോർട്ട് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്നതാണ് എന്ന തരത്തിൽ ശ്രീ സുനിൽകുമാർ ഒരിക്കൽ കൂടി ആ വിഷയത്തിൽ ഇതാ പ്രതികരിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് തൃശ്ശൂർ പൂരം നടത്തുവാനുള്ള പൂർണ്ണമായ ഔദ്യോഗിക ചുമതല കളക്ടർക്കാണ്. അതുകൊണ്ട് തന്നെ 2024 പൂര ദിവസം ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ ശക്തമാകുന്ന സമയത്ത് ഞങ്ങൾ കളക്ടറോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ തന്നെ ആ കാര്യങ്ങൾ കളക്ടർ തന്നെ ആ കാര്യങ്ങൾ മാനേജ് ചെയ്യാം, പരിഹരിക്കാം എന്ന് ഉറപ്പ് നൽകി. എങ്കിലും അന്നത്തെ തൃശ്ശൂർ കളക്ടറായിരുന്ന ശ്രീ VR കൃഷ്ണതേജ, പോലീസിൻ്റെ അവിടുത്തെ കോർപ്പറേഷൻ അതിർത്തിയിലുള്ള കമ്മീഷണർ അങ്കിത് അശോക് എന്നിവരുടെ ഭാഗത്തു നിന്നും വലിയ പോരായ്മകൾ ഉണ്ടായി എന്ന് ഇപ്പോഴും CPIയുടെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് തൃശ്ശൂരിൽ നിന്നുള്ള നേതാക്കന്മാർ ആവർത്തിച്ചു പറയുന്നു. ഒപ്പം ശ്രീ സുനിൽകുമാർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. നമ്മളൊക്കെ രാഷ്ട്രീയമായി തൃശ്ശൂർ പൂരത്തെ എങ്ങനെയാണ് BJP അവർക്ക് അനുകൂലമാക്കി മാറ്റിയത് എന്ന് ആവർത്തിച്ചോർത്തെടുക്കുമ്പോൾ ശ്രീ സുനിൽകുമാർ പറയുന്നു, അന്നത്തെ തൃശ്ശൂർ കളക്ടർ അതിനുശേഷം ആന്ധ്രയുടെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററുടെ സെക്രട്ടറിയായി അദ്ദേഹം ട്രാൻസ്ഫർ വാങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ BJPയുടെ കൂടെ നിൽക്കുന്ന ഒരു സംസ്ഥാന ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററുടെ സെക്രട്ടറിയായി പോകുന്ന തരത്തിലേക്ക് രാഷ്ട്രീയമായ ചില അജണ്ടകൾ കൂടി അന്നത്തെ തൃശ്ശൂർ കളക്ടർക്ക് ഉണ്ടായിരുന്നു എന്ന് സുനിൽകുമാർ പറയുമ്പോൾ തൃശ്ശൂർ പൂരത്തെ പറ്റി സാധാരണഗതിയിൽ ഉയർന്ന ആരോപണങ്ങളെ അത് ശരിവെക്കുകയാണ്. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ആവർത്തിച്ചുള്ള റിപ്പോർട്ടുകളിൽ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടിൽ ഒരു പ്രാവശ്യം മാത്രം ശ്രീ അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നും തെറ്റുണ്ടായി എന്ന തരത്തിലുള്ള റിപ്പോർട്ട് വന്നെങ്കിലും അതിനെ മാറ്റി നിർത്തിയ സംസ്ഥാന സർക്കാർ ഇതാ ഈ പുതിയ റിപ്പോർട്ട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അത് തൃശ്ശൂർ ജനങ്ങളുടെ ഇടയിൽ ചില തെറ്റിദ്ധാരണകൾ സംസ്ഥാന സർക്കാരിനെ പറ്റി കൂടുതൽ ഉണ്ടാക്കുകയും തിരുവമ്പാടിയെ പോലെയുള്ള ജനകീയമായി ഉത്സവങ്ങൾ നടത്തുന്ന കമ്മിറ്റിക്കെതിരെയുള്ള ഈ കുറ്റാരോപണം ഫലത്തിൽ വളരെ നെഗറ്റീവായ ഒരു ഫലം CPMനെതിരെ ഉണ്ടാക്കും എന്നും നമുക്ക് കരുതേണ്ടി വരും.